നോക്കുക എത്രയോ സ്ത്രീകള് ഭർത്താക്കന്മാര് മരണപ്പെട്ടിട്ട് മക്കളെ പൊന്നു പോലെ നോക്കി വളർത്തി അവരെ നല്ല ജോലിക്കാരും നല്ല എന്താ പറയാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ സ്ത്രീകളുണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കണേ. അവരൊക്കെ എങ്ങനെ എന്താ പറയാ, അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണം, അവരൊക്കെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത് ഒരിക്കലും നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ സുഖങ്ങളോ അവരെ സന്തോഷങ്ങളോ ഒന്നും അവരെ ആലോചിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കണ എത്രയോ ഉമ്മമാരുണ്ട്. ഭർത്താക്കന്മാര് മരണപ്പെട്ടതാവട്ടെ, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയതാവട്ടെ, അവരൊക്കെ അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണ എത്രയോ ആൾക്കാരുണ്ട്. അവരോടൊക്കെ എങ്ങനെ നന്ദിയും കടപ്പാടും അറിയിക്കണം ആ മക്കളൊക്കെ അല്ലെ. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ എന്താ പോയ ഒരവസ്ഥ. ആ ഒരു അത്രയും പ്രായം പോകുന്ന ഒരു 3 മക്കളെ ഉപേക്ഷിങ്ങാണ്ട് വേറൊരുത്തൻ്റെ ഒപ്പം അവളെ സന്തോഷത്തിനാണ് പോയത്. ഈ കുഞ്ഞു മക്കളെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഉമ്മയും ബാപ്പി രണ്ടാളും ആ ഒരു ജീവിതത്തിൽ ഒരു ഭാഗം വരെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾ അനുഭവിക്കണ വേദന നമ്മക്കൊന്നും മനസ്സിലാക്കാൻ കഴിയൂല മക്കളെ. അത്രമാത്രം അനുഭവിക്കേണ്ടി വരും ആ മക്കള്. എന്തിനാ പറഞ്ഞ് മറ്റുള്ള കുട്ടികൾ ഓരോരോ സാധനങ്ങൾ വാങ്ങണ നേരത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന നേരത്ത് അവർക്കത് കിട്ടുണ്ടാവും, ഈ മക്കൾക്ക് അത് കിട്ടുണ്ടാവില്ല. ആ മക്കളെ മനസ്സിൽ വരുന്ന ആ ഒരു വിഷമം ഉണ്ടല്ലോ, ആരോട് പറയാനാണ്. ചിലപ്പോൾ ഉമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉപ്പ ഉണ്ടാവില്ല, ആരെങ്കിലും ഒരാളില്ലാതായാല് ആ മക്കളൊരു ഗതി എന്താണ്. ഒരിക്കലും മക്കളെ ഭാര്യ മരിച്ചതായാലും ഭർത്താവ് മരിച്ചതായാലും രണ്ടാമത്തെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ മക്കളൊരു ഗതി അതോ ഗതിയാണ്. അത് ഈ എത്ര പൈസ ഉണ്ടായാലും എന്തുണ്ടായാലും സ്വന്തം ഉമ്മാന്റെയും സ്വന്തം പാപ്പാന്റെമാരും ആവില്ല. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ ജീവിക്കണം. നമ്മൾ ആ ഒരു കുടുംബത്തിന്റെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കണം. അപ്പം അറിയാം എങ്ങനെ ആയാലും ആ മക്കൾ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ത്രീ ചെയ്തപ്പോൾ നോക്കാൻ നിങ്ങൾ എന്തായാലും പാവം തോന്നുകയാണ് ആ കുട്ടിന്റെ കരച്ചിൽ കേട്ടിട്ടാ. ഒരു ഒരു നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യം അങ്ങനെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊക്കെ ഒരു കല്യാണം കഴിക്കണതിന് മുന്നേ നിങ്ങൾ എന്തോ ആയിക്കോളി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സഹകരിച്ചു പോകാൻ നോക്കുക എന്നല്ലാതെ എന്തായാലും ഒരു ജീവിതം ഉണ്ട്, ആ ജീവിതം എങ്ങനെയെങ്കിലും സന്തോഷിക്കാന്നല്ലാതെ ജീവിതം ഇല്ലാതാക്കില്ല. ആ കുഞ്ഞു മക്കളാണ് അതിൽ പെടുക. അതിപ്പോ ഞാനാവട്ടെ ആരാവട്ടെ, നമ്മളെ കുടുംബത്തിലാണെങ്കിലും ആരെ കുടുംബത്തിലാണെങ്കിലും ആ മക്കൾക്കാണ് അതിന്റെ എല്ലാത്തിന്റെ അനുഭവങ്ങൾ വരിക. ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാട്ടാ. ആരും വെറുപ്പിക്കാനല്ലട്ടാ. ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം.